ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും പറയാനില്ല മക്കളെ. രേണുസുതിയുടെ ബടായി കേട്ട് മടുത്തിരിക്കുമെന്നാണ്. എന്തൊരു ബടായിയാന്ന് എൻ്റെ ബിഗ് ബോസ് അണ്ണാ. നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ആ സ്ത്രീയുടെ അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോലെ ഇതൊക്കെ നമ്മൾ കേട്ട് തയമ്പിച്ച സാധനങ്ങളാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റേ ആ നമ്മളെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ഒരുപാട് ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക, ഞാൻ ഷോട്ടൊന്നും നോക്കാറില്ല. എന്നോട് ഡയറക്ടർമാർ വന്ന് പറയും ചേച്ചി ഷോട്ട് നോക്കൂ എന്ന്. ഞാൻ പറയും ബെഡ മണി, എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഞാനും മമ്മൂക്കയും മോഹൻലാലൊന്നും അങ്ങനെ ഷോട്ട് നോക്കിയിട്ടല്ല വീഡിയോ ഇറക്കുന്നത്. എന്തൊരു പടായിയാന്ന് നടക്കുന്നതെന്ന് അറിയാം. എന്തിനാ ഇങ്ങനെ പടായി വിടുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു വലിയ നടിയാണ്, വലിയൊരു സംഭവമാണ്, സ്വയം അങ്ങനെ ഉണ്ടാക്കുകയാണ്. അല്ലാതെ നമുക്കറിയില്ലേ എന്നാണ് ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അവിടെയുള്ള ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് ആകെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇതിൻ്റെ അകത്ത് അഭിനയിച്ചതും ഒരു 2 വട്ടം മറ്റേ പെരേരൻ്റെ കൂടെ കേട്ട് ഡാൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ വന്നിട്ട് ഒരു കണ്ടന്റും ഇല്ലാതെ ഇങ്ങനെ തേരാ പാര നടക്കേണ്ടി വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ നിന്നും വാ തുറക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ വോട്ട് ചുളിവിലങ്ങ് വീഴുവല്ലോ, വോട്ട് വീണ് കഴിഞ്ഞാൽ 50 ലക്ഷം കൊണ്ടുപോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ രണസുതിക്ക്, അല്ലാതെ വേറെ ഒന്നും അല്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ആ സ്ത്രീ ആ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഈ നാട്ടിലൊന്നും അല്ലേടേ. അതായത് ഈ രേണുസുതി ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ ഈ നാട്ടിലൊന്നും അല്ലേ, എനിക്ക് തന്നെ ഒരു സംശയമായല്ലോ എന്നുള്ള തരത്തിൽ. എന്താ കാരണം? എന്താ അവരൊന്നും ഇത് കാണാതെയല്ലേ, അവരൊന്നും കണ്ടിട്ടുമില്ല. അവര് പറയുന്നുണ്ട് ഏതോ 1-2 ആൽബം ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു എന്നല്ലാതെ ഇവര് പറയുകയാണ് എല്ലാ ആൽബവും മില്യനാണ്, മില്യണിലെ കുറഞ്ഞ പരിപാടിയൊന്നും എനിക്കില്ല, ഒരു പരിപാടിയില്ല, എല്ലാം മില്യൺ, അതാണ് എൻ്റെ പരിപാടി എന്ന് രേണുസുതി അങ്ങ് പറയല. അതായത് മില്യൺ അടിക്കാതെ ഒരു പരിപാടിയില്ല, മില്യൺ മാത്രം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടാ, അതായത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏതൊരു ഡയറക്ടറുടെ ഫോട്ടോഷൂട്ടാ ആൽബത്തിൽ അഭിനയിച്ച, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സെറ്റും മുണ്ടും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇത് കണ്ടോക്കുമ്പോഴേക്ക് ഭയങ്കര മോശമായിപ്പോയി. കാരണം മുടിയൊക്കെ കെട്ടിയത് വളരെ മോശമായിപ്പോയി. അങ്ങനെ എല്ലാവരും പറഞ്ഞു അഴുക്കാണ് ചേച്ചി, ഇത് അഭിനയിക്കരുതായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് നൂടായിട്ടില്ല, കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് പിന്നീട് കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം അതുകൊണ്ടായിരിക്കാം രേണു അത് സമ്മതിച്ചിരുന്നില്ല, അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ, ഇത് ഔട്ടായതിനു ശേഷമാണ് കാണുന്നത് എന്നുള്ള തരത്തിൽ. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളെടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാലോ. അത് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതെന്തൊരു വലിയ സംഭവം പോലെ ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് ഇവിടുന്ന് അഭിനയിച്ച് പോകുന്നതാണ്. ഒരു പക്ഷേ മറ്റേ സരോജ് കുമാർ പറയുന്ന പോലെ ഒരു പക്ഷേ ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്നില്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആവേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കേട്ട് നമുക്ക് തന്നെ ഒരു മടുപ്പ് വരത്തില്ലേ? അതുപോലെ തന്നെ അവാർഡിനെ പറ്റിയിട്ട് കാര്യം പറയുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അവാർഡുകൾ വരാൻ തുടങ്ങിയപ്പോൾ സുധിച്ചേട്ടൻ്റെ അവാർഡ് അവിടെ വെക്കാൻ സ്ഥലമില്ല. ഒന്നാമത് ഓമാർ എടുത്തു തന്ന വീട് എന്ന് പറഞ്ഞാൽ ഷെൽഫും ഇല്ല, ഒരു ഒലക്കി ഒരു മണ്ണ കട്ടിയില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഷെൽഫ് വെക്കണ്ടേ? എന്താന്നല്ലേ ഫിറോസ്, നീ എന്താന്ന് കാട്ടി വെച്ചിരിക്കുന്നത്? ഒരു ഷെൽഫൊക്കെ വെച്ച് കൊടുക്കണ്ടായിരുന്നു. ഇത്രയും അവാർഡ് മേടിക്കുന്ന ഒരു സ്ത്രീ അല്ലേ ഇവര്? അവർക്കൊരു ഷെൽഫൊക്കെ വാങ്ങിച്ചു അവർക്ക് വീടൊക്കെ വെക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിന്റെ കമ്പനി പോയിട്ട് അവിടെ ഒരു ഷെൽഫ് അടക്കമുള്ള ഒരു റൂം റെഡിയാക്കി കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും വേണം, ഇല്ലെങ്കിൽ 100 ദിവസം നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ നാട്ടിക്കും. അതാണ് അവർ പറയുന്നത്. ഏതായാലും വീടോ അല്ലെങ്കിൽ ഇതുപോലും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ പൊന്നുമക്കളെ. നിങ്ങൾ ഈ അടിയിൽ വന്നിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയില്ല, ഈ വീടും കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു റൂമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഷീറ്റിട്ട് മറക്കിയ ഒരു റൂം കിട്ടിയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് വീടും വേണ്ട ഒന്നും വേണ്ട, ഒരു ബാത്റൂം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് എല്ലാം തികഞ്ഞിട്ടും ഇവരുടെ അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനം, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് എത്രത്തോളം ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് രേണുസുതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയണം, എങ്ങനെയെങ്കിലും കരകയറി പോകട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ ഇവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ ഒരിക്കലും തന്നെ ഇവരെ കൊണ്ട് പോസിറ്റീവ് പറയാൻ തോന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവർ സ്വയം ഇങ്ങനെ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇവർ വിചാരിക്കുന്ന പോലെ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഇവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഇവർ കുറച്ച് ആൾക്കാരെ ഒരു സപ്പോർട്ട് കണ്ടിട്ടാണ് ഇവർ ഈ പോസിറ്റീവ് ആണല്ലോ എന്ന് വിചാരിക്കുന്നത്. അതാണ് ആലോചിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് കൂടുതൽ തന്നെ ഹേറ്റേഴ്സാണ്.
അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കിട്ടിയ വീടോ കാര്യങ്ങളോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതിന് പകരം ഇവരിപ്പോഴും അതിനെ പറ്റിയിട്ട് കുറ്റം കുറഞ്ഞിട്ട് അതിന് ഷെൽഫില്ല അല്ലെങ്കിൽ വാതിലില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവാർഡ് വെക്കാൻ പോലും സ്ഥലമില്ല എന്ന്. നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതായത് നമ്മൾ കുറച്ച് പിന്നെ നാളെ മുമ്പ് ഒരു കായിക താരത്തിന്റെ ഒരു വീട് കണ്ടിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചാണ്. ആ കായിക താരത്തിന് വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വെളിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒരു ഷെൽഫൊക്കെ അടിച്ചിട്ട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മെഡലുകൾ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവരാരോടോ പരാതി പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷെൽഫിനെന്ന് പറയാനോ ഒന്നും പോയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ നമുക്കൊരു IAS കാരിയുണ്ട് ഇവിടെ വയനാട്ടിൽ. ആ വയനാട്ടിലെ പിന്നെ IAS പരീക്ഷയൊക്കെ പാസ്സായപ്പോൾ ഇത് പേപ്പറിലൊക്കെ വന്നല്ലോ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പോയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞത് ഒരു ഷെൽഫും അതുപോലെ ഒരു കട്ടിലും വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ മകളിന് വരുമ്പോഴേ IAS ഒക്കെ കഴിഞ്ഞ് വരുന്ന മകളാണ്, ആ മകൾ വരുമ്പോഴേ നിലത്താണ് കിടക്കാറ്, അതിനൊരു സഹായം ചെയ്തു തന്ന ഗുണമായിരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു. അതാണ് അവിടെ നിന്നൊക്കെ ആൾക്കാർ പഠിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരുപാട് ആളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ടും എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെയൊന്നും തന്നില്ല, എന്തൊരു അവകാശം പോലെയാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ. കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവർ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ജോലി ചെയ്തതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലേക്കാണ് ഈ പൈസ തിരിച്ചും തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് എല്ലാം നേടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഇവർക്ക് പറ്റിയതും അത് തന്നെയാണ്. അതായത് എല്ലാം നേടിയതിന് ശേഷം എല്ലാം ഇതുപോലെ കിട്ടിയതിന് ശേഷം അവസാനം ഓരോരോ ആൾക്കാരെ കുറ്റം പറയുക. എന്താ സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പോഴും കയ്യിൽ ഇച്ചിരി ചില്ലറയുണ്ട്. ഈ ചില്ലറ കൊണ്ട് കൊച്ചിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും വാങ്ങിക്കണം. കൊച്ചിയിലാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ബിഗ് ബോസ് കഴിയുന്നതോട് കൂടിയിട്ട് ഇവർ ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കുന്നേ ഞാൻ പറയുള്ളൂ. അതായത് ബിഗ് ബോസ് തന്നെയാണ് ഇവരുടെ എല്ലാം അവസാനം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ബിഗ് ബോസിൽ വന്ന ചുരുക്കം ചില ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ പറഞ്ഞാൽ എല്ലാവരും ഒന്നും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ഒരു വർഷത്തെ സീസൺ അഗ്നീഷ് കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ രേണു സുധിയുടെ ബഡായി കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ലൈവ് കാണാവുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള ബഡായിയാണ്. ആ ഡോക്ടർ പെട്ടുപോയതാണ്. ഡോക്ടർ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയുന്നില്ല. കാരണം നാളെ ചിലപ്പോൾ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പറയും എന്നെ ആരും കേൾക്കാനില്ല, മോനി എന്ന് വിളിച്ച് കരയാൻ തുടങ്ങും. അതാണല്ലോ. അതായത് ഒരു കണ്ടന്റ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ ആരെങ്കിലും കുത്തി നോപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് ചർച്ചാ വിഷയമാകും എന്നുള്ളതാണ് ഈ സ്ത്രീ ശരിക്കും കണ്ടു പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പലപ്പോഴും ഇപ്പോഴും ഇത് തന്നെ. അല്ലാതെ ഇപ്പൊ അവർക്ക് വേണമെങ്കിലും മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അത് അബദ്ധം പറ്റിപ്പോയതാണ്, എല്ലാവരും മാപ്പാക്കണം, അത് പറയാം. അത് പറയത്തില്ല. ചാക്ക് കെട്ടി വെച്ചത് എന്താ കുട്ടികൾ എടുക്കുന്നതായിട്ടാണ്. അതുമാത്രമല്ല അവിടെ വെക്കാൻ സ്ഥലമില്ലടേ, പിന്നെ എങ്ങനെ ഇത് ചാക്കിൽ കിട്ടും എന്നുള്ള ഇതിലാണ് അവരൊക്കെ പറയുന്നത്. ഏതായാലും അത് വളരെയധികം തെറ്റ് തന്നെയാണ്. ഒരുപാട് പേര് വീട് ഇല്ലായിട്ടും അതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത്. എല്ലാം കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, കിട്ടിയതിന് മുഴുവൻ പരാതിയും പറഞ്ഞു നടക്കുന്നത്. ഇവരെ എന്ത് പറയാനാണ്? അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.